ഇപ്പോൾ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളായ ഇനിയും ഏറെക്കാലം അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ നമ്മുടെ എല്ലാം ഓർമ്മകളിൽ ജീവിച്ചിരിക്കാൻ പോകുന്ന നടനാണ് ഇപ്പോൾ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങിയിരിക്കുന്നത്. റഹീമിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സൈഫും ചേരുന്നുണ്ട്, സൈഫുനിസയും കൂടി ചേരുന്നുണ്ട്. സൈഫുനിസ, ഇപ്പോൾ ആശുപത്രിയിൽ ആരൊക്കെയാണ് ഉള്ളത്? അവിടെ നിന്ന് എപ്പോഴാണ് പറവൂരേക്ക് കൊണ്ടുപോവുക? ഹർഷൻ, ആശുപത്രിയിൽ ഇപ്പോൾ സലീം കുമാറിൻ്റെ മക്കളുണ്ട്. മകൻ ചന്തുവും ആരോമലും അവിടെ ആശുപത്രിയിലുണ്ട്. അതുകൂടാതെ ഇപ്പോൾ നടനും MLA-യുമായ രമേശ് പിഷാരടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിർമ്മാതാവ് ആൻഡ്രോ ജോസഫും എത്തിയിട്ടുണ്ട്. രമേശ് പിഷാരടി നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ കൂടിയായിരുന്നു സലീം കുമാറിൻ്റെ. ഒട്ടനേകം സ്റ്റേജുകളിൽ സലീം കുമാറിനൊപ്പമാണ് രമേശ് പിഷാരടി പിച്ച് വെച്ച് കോമഡി മേഖലയിലേക്ക് വന്നത്, ഹാസ്യ മേഖലയിലേക്ക് വന്നത്. രമേശ് പിഷാരടി വഴിവിളക്കണഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ അനുശോചനക്കുറിപ്പായി അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എന്തായാലും സലീം കുമാറിൻ്റെ മരണത്തിൽ ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ രമേശ് പിഷാരടി. രമേശ് പിഷാരടിയെ സിനിമാ മേഖലയിലേക്കും ഒപ്പം തന്നെ ഹാസ്യ മേഖലയിലേക്കും കോമഡി സ്റ്റേജ് ഷോ പരിപാടികളിലേക്കെല്ലാം തന്നെ കൈപിടിച്ച് കയറ്റിയ ആൾ കൂടിയാണ് സലീം കുമാർ. സലീം കുമാറാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്ന. അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളും പൊതുദർശനം അടക്കമുള്ള ചടങ്ങുകളുമെല്ലാം തന്നെ തീരുമാനിക്കുകയാണ് സഹപ്രവർത്തകർ കൂടിയായവർ. ഇന്ന് രാവിലെ 8 മണിക്ക് അല്പസമയത്തിനകം, അതായത് ഇനി ഒരു അരമണിക്കൂർ കൂടിയേ ഉള്ളൂ 8 മണിയാകാനായിട്ട്, അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വരുന്നവർക്കൊക്കെ കാണാനുള്ളൊരു ചെറിയ സമയം ഇവിടെ അനുവദിക്കും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം പറവൂരിലേക്ക് കൊണ്ടുപോകും. പറവൂർ ടൗൺ ഹാളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം നേരെ കൊണ്ടുപോകുന്നത്. ടൗൺ ഹാളിലാണ് അവിടെ പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത്. 9 മണി മുതൽ ഒരു 4 മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ പൊതുദർശനം അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാണ്. ആ സൈഡിലേക്ക് വന്നു, കാരണം അവിടെ ജസ്റ്റ് കണ്ടിട്ട് അങ്ങ് ഇറങ്ങുള്ളൂ. അപ്പോൾ അങ്ങോട്ടൊന്ന് സഹകരിച്ചാൽ ഇവരുടെ കാര്യങ്ങളൊക്കെ കയറ്റി വിടാനും പറ്റും. അതുകൊണ്ടാണ് അപ്പോൾ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതിലെ വന്ന് കയറി ഇറങ്ങത്തുള്ളൂ. ഇവിടുന്ന് ഒരു 8:30-ക്ക് ഇറങ്ങും. 8:30-ക്ക് ഇറങ്ങിയിട്ട് നേരെ പറവൂർ ടൗൺ ഹാളിൽ ഒരു 9-9:30-ക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 1 മണി വരെ പൊതുദർശനത്തിന് വെച്ചിട്ട് 1 മണിക്ക് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിൽ 3:30-ക്കാണ് കർമ്മങ്ങൾ ടൈമിങ്. ഇവിടെ വരും ആ സൈഡിലേക്ക് വെച്ചിട്ട് ഇവിടുന്ന് ഒരു 8-8:10 കയറും. നിങ്ങൾ അപ്പോൾ ഒന്ന് സഹകരിച്ച് അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഓക്കെ. അതാണ് പറയുന്നത്. രാവിലെ 8:10 കൂടി, അതായത് അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടെ നിന്ന് പറവൂരിലേക്ക് കൊണ്ടുപോകും. പറവൂരിലാണ് അദ്ദേഹത്തിൻ്റെ പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത്. വൈകിട്ട് 3:30-ക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷമാകും 8 മണിക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയ ശേഷമാകും അവിടെ പൊതുദർശനം, ടൗൺ ഹാളിലെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് രമേശ് പിഷാരടിയും ഒപ്പം തന്നെ ആൻഡ്രോ ജോസഫും ഒക്കെ. മമ്മൂട്ടി അടക്കമുള്ളവർ വലിയ ഒരു ദുഃഖക്കുറിപ്പ് തന്നെ ഇട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നവരൊക്കെ ആയിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. സലീം കുമാർ അടക്കമുള്ള ആളുകളൊക്കെ ചേർന്ന് നിൽക്കുന്നതാണ്. ഇപ്പോൾ സിനിമാ മേഖലയിലെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാദുഷ അടക്കമുള്ള ആളുകളൊക്കെ ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇനി മൃതദേഹം അവിടെ കുറച്ച് അപ്പുറത്തേക്ക് അവിടെ നിന്ന് ഇറക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മാധ്യമങ്ങളടക്കമുള്ളവരോടൊക്കെ അവിടേക്ക് നിൽക്കാനാണ് ഇപ്പോൾ നിർമ്മാതാവ് ആൻഡ്രോ ജോസഫ് ആവശ്യപ്പെടുകയും ചെയ്തത്. അവിടേക്കാണെങ്കിൽ അധികം സൗകര്യമായിരിക്കും, ആ വഴിക്കായിരിക്കും ഇറക്കുക. രാവിലെ 8:10-നാകും മൃതദേഹം പുറത്തേക്ക് ഇറക്കുക. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ മൃതദേഹം ഈ വാതിലിലൂടെ പുറത്തേക്ക് കൊണ്ടുവരും. അവിടെ ഈ ദൃശ്യങ്ങൾ പകർത്താനുള്ള സൗകര്യവും ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ ആശുപത്രിയിൽ എത്തുന്ന ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യവും ഉണ്ടാകും. എന്തായാലും സലീം കുമാർ വിട പറഞ്ഞിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തെ യാത്രയാക്കാനുള്ള നടപടികളും ഒക്കെയാണ് സുഹൃത്തുക്കൾ ചെയ്യുന്നത്. മലയാളികളെ സംബന്ധിച്ചോളം ഇത്രമാത്രം വേദനയും വിഷമവും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ സുഹൃത്തുക്കളൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ദിവസേന എന്നോണം സംസാരിക്കുന്ന ആളുകൾക്കൊക്കെ എത്രത്തോളം വേദന അത് ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ദുഃഖകരമായ കാര്യം. നമ്മൾ സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു എന്നാണ്. അതായത് സലീം കുമാർ എല്ലാവരെയും വിളിക്കുമായിരുന്നു, എപ്പോഴും കൂടെ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ
സലീംകുമാർ ഇപ്പോൾ അസുഖബാധിതനായി ചികിത്സയിലായിരുന്ന സമയത്താണെങ്കിൽ പോലും എല്ലാവരുമായും ദിവസേന എന്നോണം കോൺടാക്റ്റുള്ള ഒരാളാണ് സലീംകുമാർ. അതുകൊണ്ട് തന്നെ സലീംകുമാറിനെ അങ്ങനെ ആർക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് വലിയൊരു മിസ്സിംഗ് ആയി മാറുകയാണ്. കാരണം ഇനി അങ്ങോട്ട് ആ വിളിയില്ല, അല്ലെങ്കിൽ ആ സംസാരങ്ങളില്ല, തമാശകളില്ല, ആ തർക്കങ്ങളില്ല എന്നുള്ളത് വലിയൊരു ദുഃഖം തന്നെയാണ് സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം. പല പല കുറിപ്പുകൾ നമ്മളിങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിൽ കാണുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപാഠികളായവരൊക്കെ ഇങ്ങനെ എഴുതുന്നുണ്ട്. രണ്ട് രാഷ്ട്രീയ പക്ഷത്താണെങ്കിൽ പോലും ക്ലാസ് മുറിയിലിരുന്ന് ചർച്ച ചെയ്യും, തർക്കിക്കും. ചിലപ്പോൾ പരസ്പരം ഓരോ ബീഡി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടാണ് ഈ കോളേജിൻ്റെ പരിസരങ്ങളിലൊക്കെ ഇരുന്ന് ഈ രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്നത്. അത് രണ്ട് രാഷ്ട്രീയത്തിലുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആരോഗ്യകരമായ തർക്കങ്ങളും ആരോഗ്യകരമായ രീതിയിലുള്ള വിമർശനങ്ങളും എല്ലാം തന്നെ എങ്ങനെയാണ് വേണ്ടതെന്ന് സലീംകുമാറിന് കൃത്യമായി അറിയാമായിരുന്നു. ആ കൃത്യമായ വിമർശനങ്ങളും ആരോഗ്യകരമായ വിമർശനങ്ങളൊക്കെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം പ്രചാരണത്തിനായി ഇറങ്ങിയിരുന്നു. പറവൂരിൽ വി ഡി സതീശന് വേണ്ടി മാത്രമല്ല, പറവൂരിൽ വി ഡി സതീശന് വേണ്ടിയാണ് അദ്ദേഹം ആദ്യം ഇറങ്ങിയത്. മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ വരണമെന്ന് ആദ്യം പറഞ്ഞ ആളും സലീംകുമാറായിരുന്നു. കൃത്യമായ നിലപാടുകളും കൃത്യമായ അഭിപ്രായങ്ങളും അദ്ദേഹത്തിനുണ്ട്. അത് കൃത്യമായ സമയത്ത് തന്നെ അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ അദ്ദേഹം പ്രചാരണത്തിന് ഇറങ്ങുന്നതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അദ്ദേഹത്തിൻ്റെ എതിർചേരിയിലുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണമൊക്കെ നേരിട്ടപ്പോഴും സലീംകുമാർ പിന്നീട് വന്ന് പല മണ്ഡലങ്ങളിലും സലീംകുമാർ പറഞ്ഞത്, ഞാൻ ഒരിടത്ത് പോയി നിർത്തണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഈ സൈബർ ആക്രമണം എനിക്ക് വലിയ ഊർജ്ജമാണ് തരുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി എല്ലാ പരമാവധി പോകാൻ കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ പോയി പ്രചാരണം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അത്തരം എന്താ പറയുക, അത്തരം ആക്രമണങ്ങളെ പോലും വലിയൊരു അംഗീകാരമായി തന്നെ സലീംകുമാർ കാണുകയും ആ അംഗീകാരമായി കണ്ട് അവയെല്ലാം പിന്നീടുള്ള തൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ഊർജ്ജമാക്കി മാറ്റുകയും ചെയ്ത ആളാണ്. കാരണം സലീംകുമാർ വന്നത് ഏറ്റവും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും പട്ടിണിയും ഒക്കെ അനുഭവിച്ച ആ ഒരു ഘട്ടത്തിൽ നിന്നാണ് സലീംകുമാർ വന്നത്. അതുകൊണ്ട് തന്നെ സലീംകുമാർ ആ ഒരു കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം തന്നെ മുന്നോട്ടുള്ള ഊർജ്ജമായി കൊണ്ട് നടന്ന് ജീവിതത്തിൽ വിജയിച്ച ആൾ കൂടിയാണ് സലീംകുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തരം വിമർശനങ്ങളൊന്നും ഒരു രീതിയിലും ഏശുന്നുണ്ടായിരുന്നില്ല. അതുതന്നെയാണ് അത് ഏറ്റവും വലിയൊരു ഉദാഹരണം. അദ്ദേഹം പറഞ്ഞത് തന്നെ അങ്ങനെയാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രീതി നോക്കുകയാണെങ്കിൽ SNM പറവൂർ SNM കോളേജിലാണ് അദ്ദേഹം ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അതിനുശേഷം സിനിമയിൽ വലിയ ആളാകണം, സിനിമയിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അദ്ദേഹം മഹാരാജാസ് കോളേജ് ഡിഗ്രി പഠനത്തിനായി തിരഞ്ഞെടുക്കുന്നത്. കാരണം മഹാരാജ് കോളേജിൽ അന്ന് സിനിമാ മേഖലയിലുള്ള ഒരുപാട് പേർ മഹാരാജ് കോളേജിൽ പഠിച്ചിറങ്ങിയവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, അധ്യാപകരായുണ്ട്. അങ്ങനെ അവരൊക്കെ ആയിട്ട് വളരെ അടുപ്പം സൂക്ഷിക്കാൻ കഴിയും. അത് തൻ്റെ ഭാവിയിലേക്കുള്ള സിനിമാ പ്രവേശനത്തിന് ഗുണപരമാകുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ആ രീതിയിൽ മഹാരാജാസ് കോളേജ് തിരഞ്ഞെടുത്തതാണെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്.